ദാ ഇതാണ് കസ്തൂരി മഞ്ഞൾ, കുർക്കുമ അരോമാറ്റിക്ക. ഇതാണ് പച്ചമഞ്ഞൾ, ഇത്തിരി പുഴുവൊക്കെ ഇട്ടു. ഇതാണ് കുർക്കുമ ലോങ്ങ, ലോങ് ഓട്ടയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോഴേ ഇതൊക്കെ കാണിച്ചു തന്നതിന് ഒരു കാര്യമുണ്ട്, പറഞ്ഞുതരാം. അപ്പോൾ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഈ മഞ്ഞളിന് അത് കുർക്കുമ ലോങ്ങ, കുർക്കുമ അരോമാറ്റിക്ക എന്ന് പറഞ്ഞില്ലേ, അതിൽ കുർക്കുമിൻ എന്ന് പറഞ്ഞൊരു കണ്ടൻ്റ് ഉണ്ട്. അത് നമുക്ക് ഈ കുർക്കുമ ലോങ്, അതായത് പച്ചമഞ്ഞൾ എന്ന് പറയുന്നത് നമുക്കൊരു സ്പൈസസ് ആയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് ഒരുപാട് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ്, മൈക്രോബ്സിനെതിരെ പോരാടാനുള്ള ആ ഒരു സ്ട്രെങ്തും ഒക്കെ അതിനുണ്ട്. ഈ കുർക്കുമ അരോമാറ്റിക്ക എന്ന് പറഞ്ഞ ഈ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ടും കോസ്മെറ്റിക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് ഒരുപാട്, നമുക്ക് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒരുപാട് കണ്ടൻസ് അതിനകത്തൊക്കെ ഉണ്ട്. ഇതൊന്നും അറിയാതെ ആൻറ്റി മൈക്രോബിയൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടെന്നില്ല അറിയാതെ ഇത് തേച്ച് പുരട്ടി പുളിപ്പിച്ച് കഴിയുമ്പോൾ എല്ലാവരുടെയും വിചാരം നമുക്ക് ഫെയർനെസ് ഉണ്ടാകുമെന്നാണ്. എല്ലാം ജെനറ്റിക്സാണ്. ദ കളർ ഓഫ് സ്കിൻ, ദ ടെക്സ്ചർ ഓഫ് ഹെയർ, എല്ലാം എന്താണ്? ജെനറ്റിക്സാണ്. അപ്പം നമ്മൾ ഇത് തേച്ച് എന്താ പറയുക, ഈ വൈറ്റനിങ് ക്രീംസ് അങ്ങനെയൊക്കെ പുരട്ടിയാലൊക്കെ ആ ഒരു കെമിക്കൽ കോമ്പോസിഷൻസിൻ്റെ ഫലമായിട്ട് നമുക്ക് ആ ഒരു നിറത്തിനൊരു ചെറിയ സ്ലൈറ്റ് വേരിയേഷൻസ് ഉണ്ടാക്കാം എന്നല്ലാതെ വെളുക്കത്തില്ല. അതിൻ്റെ ഏക ഉദാഹരണമാണ് പണ്ട് മുതലേ മഞ്ഞൾ തേച്ച് കുളിക്കുന്ന ഞാൻ.